എന്നതാ ഡൈനിങ് ഹോളിൽ വാഷ് ബേസിൻ വേണ്ടാന്ന് തന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളല്ലോ. പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു ചില്ലി കാശ് ഞാൻ തരത്തില്ല. എന്നതാ അയ്യോ, കഴിഞ്ഞ ആഴ്ച ഇറക്കിയ സിമന്റ് താൻ എന്നാ ചെയ്തു? ഒരു കൊല്ലം കൊണ്ട് വീട് തീർത്ത് താക്കോല് തരാന്ന് പറഞ്ഞിട്ടിപ്പം കൊല്ലം 3ആയി. എന്നാ കാശല്ലാതെ പുളുങ്കുതാണോടോ ഞാൻ എണ്ണി തരുന്നത്? എടോ കുര്യാക്കോസേ, താൻ എന്നോട് കോൺട്രാക്ടർ കളിച്ചേക്കല്ലേ? വർഗീസേട്ടൻ കോൺട്രാക്ടർ ചീത്ത പറയാൻ ഫോൺ വിളിക്കണ കാശുണ്ടെങ്കിൽ നാട്ടിൽ നല്ലൊരു വീട് പണിയായിരുന്നു. പെര പണിയുന്നോന്റെ ദണ്ണം അത് പണിയുന്നോനെ അറിയത്തുള്ളൂ. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അതിലൊന്ന് ചുരുണ്ടുകൂടി കിടന്നേച്ചും പിറ്റേന്ന് തന്നെ മേലോട്ട് കെട്ടിയെടുത്താലും വേണ്ട കാലായിരുന്നു. റൂമിലെ പുതിയൊരു ആള് കൂടി വരുന്നുണ്ട്, അബ്ദുള്ളൊക്കെ വിളിച്ചു പറഞ്ഞതാ. ആ, അപ്പൊ വാടകയുടെ ഷെയർ ഇച്ചിരി കുറയും. ആ കാശുണ്ടെങ്കിൽ നാട്ടിൽ ഒരു ജാഗ് സിമന്റ് മേടിക്കാം. ഓ, കുളിമുറി കയറി ഇതുപോലെ പള്ളി നീരാട്ട് നടത്തിയ ആ കാശ് അങ്ങ് പോയി കിട്ടും. ഒരു 100 ലിറ്റർ വെള്ളം വേണം ഈ പൂവാലിന് കുളിക്കാൻ. സിബീഷേ, മതിയാക്കടാ. എന്റെ വർഗീസേ, ജലദോഷം കാരണം ഞാനിന്ന് കുളിച്ചിട്ടില്ല. അതും കൂടി ചേർത്ത് സിബീഷ് കുളിച്ചോട്ടെ. ഒന്നിച്ച് താമസിക്കുമ്പോ ഇങ്ങനെ കണക്ക് പറയരുത്. ഇവന്റെ കാര്യത്തില വിട്ടേള വർഗീസേ. എല്ലാരും എത്തിയോ? എത്തി. എല്ലാം ടിവിയുടെ മുന്നിലാ. എലക്ഷൻ നാട്ടിലാണെങ്കിലും അതിന്റെ പൊരിച്ചില് മുഴുവൻ ഇവിടെ. ഏത് തെണ്ടി ഭരിച്ചാലും സിമന്റിനും കമ്പിക്കും വില കുറയ്ക്കത്തില്ല. പിന്നെ നമുക്കെന്നതാ? നമസ്കാരം. ഏഷ്യാനെറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സനീഷ്. പ്രധാന വാർത്തകൾ. നാളെ ബഷീറിന്റെ ബാർബർ ഷാപ്പിൽ നല്ല തിരക്കായിരിക്കും. മീശ പഠിക്കലും മൊട്ടയടിക്കലും എല്ലാം കൂടെ. മരിച്ചാലും കോട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ലാതെ തീരുമാനിച്ച ചിലരെയൊക്കെ നാളെ മുതൽ മനുഷ്യക്കോലത്തിൽ കാണാം. അതെ, PK നായർ തോറ്റ ഞാൻ എന്റെ കോട്ടൂരി വയ്ക്കുന്നു ബെറ്റ് വെച്ചത് നേരാ. പക്ഷെ കുന്നത്തൂര് ജേക്കബ് തോറ്റാൽ മനുഷ്യരെ വെറുപ്പിക്കണ കവിത എഴുതണ പരിപാടി നിങ്ങളും നിർത്തണം. എങ്കിൽ പിന്നെ പ്രവാസ സാഹിത്യ ലോകം സ്തംഭിച്ചു പോകും. 24 മണിക്കൂറും കയ്യിൽ ബ്യൂട്ടി പാർലറും കൊണ്ട് നടക്കണ നിനക്കേ മനുഷ്യരുടെ വേദന മനസ്സിലാവില്ല. ഇതാ നമ്മുടെ പുതിയ താമസക്കാരൻ മുകുന്ദൻ. ഇത് നമ്പ്യാർ, ഒരു പ്രൈവറ്റ് കമ്പനിയിലെ PRO ആണ്. ഇവിടുത്തെ മലയാളികളുടെ ഇടയില് ആളൊരു പ്രമാണിയാണ്. ഹലോ. 1971 മുതല് ഞാൻ ഇവിടെ ഉണ്ട്. അന്ന് കേറിക്കൂടിയതാ ഈ കോട്ടിനുള്ളില്. പിന്നെ ഇന്ന് വരെ പുറത്തിറങ്ങിയിട്ടില്ല. കോട്ടു നമ്പ്യാരെന്ന് പറഞ്ഞാലേ തിരിച്ചറിയൂ. ഞാൻ പൂക്കുഞ്ഞി, അത് വർഗീസ്. ഹായ്, ഞാൻ സുബീഷ്. ഞാൻ ആനന്ദൻ. ഞാൻ അബു. ഞാൻ വിശ്വൻ കദളിക്കാട്. വായനാശീലമുണ്ടെങ്കിൽ കേട്ട് കാണും. മുകുന്ദൻ കമ്മ്യൂണിസ്റ്റ് ആണ്. അവരെ പത്രത്തിൽ നിങ്ങളെ കവിത വരാറില്ലല്ലോ. കൊല്ലം കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ജനകീയ മുന്നണിയുടെ ഷിഹാബുദ്ദീൻ വിജയിച്ചു. സോഷ്യലിസ്റ്റ് മുന്നണിയുടെ പരമ്പരാഗത മണ്ഡലമായ ഇവിടെ അവരുടെ R ഗോപകുമാറിനെയാണ് ഷിഹാബുദ്ദീൻ പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് യുവനേതാവ് നജീബ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി മാപ്പിള ലീഗിലെ മുഹമ്മദ് ജബ്ബാറിനെ 762 വോട്ടിന് അട്ടിമറിച്ചു. ജനകീയ മുന്നണിയുടെ കുത്തക മണ്ഡലമായ ഇവിടെ ആദ്യമായാണ് സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. ഇപ്പോൾ കിട്ടിയത് ചെമ്മണ്ണൂർ നിയോജക മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായ PP കരുണൻ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ സുധാകരനെ 7304 വോട്ടിന് പരാജയപ്പെട്ടു. പരമ്പരാഗത മണ്ഡലമായ ചെമ്മണ്ണൂരിൽ ആദ്യമായാണ് കരുണൻ മത്സരിച്ചത്. ഞങ്ങളുടെ നിയോജകമണ്ഡല ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നത്. 140 ഫലം പ്രഖ്യാപിച്ചത് 20. സോഷ്യലിസ്റ്റ് മുന്നണി ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു. ഹലോ, അതെ, കൊടുക്കാം. ഹലോ ഹലോ, ലാൽ സലാം സഖാവേ. ജയിച്ച വിവരം TV കണ്ടു. ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു പോയല്ലോ. പിന്നെ മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളുടെ ഒരു മുൻഗണനാ ലിസ്റ്റ് ഞാൻ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. TV ചാനൽ, പത്രം എന്നൊക്കെ പറഞ്ഞുള്ള കറക്കം ഇനി വേണ്ട. നിയമസഭ ഇല്ലാത്തപ്പോ ചെമ്മണ്ണൂരിൽ തന്നെ ഉണ്ടാവണം. ഇവിടുത്തെ കാര്യങ്ങൾ ഞാനും സഖാക്കളും കൂടി ചെയ്തോളാം. സഖാവ് അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. പിന്നെ പോയ കാര്യം ഓർമ്മയുണ്ടല്ലോ, ആ ബാങ്കിലെ മാനേജറെ ഇടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട്.
കിട്ടിയ കാശ് തോന്നിയ പോലെ ചെലവാക്കാതെ ആ ബാങ്കിലെ കടം കുറെ കൂടി വേഗത്തിൽ അടച്ചു തീർക്കാൻ നോക്ക്. കിട്ടുന്ന കാശിന്റെ തോന്നിയ പോലെ ചെലവാക്കുന്നതിന്റെ കാര്യം ഞാനിപ്പോ പറയുന്നില്ല. എന്റെ കാർഡ് തീരാറായി. എല്ലാ സഖാക്കളോടും എന്റെ അന്വേഷണം പറയൂ. ആ ശരി ശരി. രൂപാമുഖത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നാ തോന്നണേ. അവിടെ പോയപ്പോ ഒക്കെ മറന്നു. ബാങ്കിലെ കടം മറന്നു, നാട് മറന്നു, പാർട്ടീനെ സഖാക്കളെ ഒക്കെ മറന്നു. ദുബായിലിപ്പോ കാശും പൊന്നും വാരിക്കൂട്ടുന്ന തിരക്കില്ലല്ലേ? ഒരു സ്ട്രോങ് സുലൈമാനി. അതങ്ങോട്ട് വേഗം എടുത്തു കൊടുക്ക്. മുകുന്ദ, നീ എന്താ ഇവിടെ? അബ്ബാസോ, എനിക്കിപ്പോ ഇവിടെയാണല്ലോ പണി. ഇവിടെയോ? അപ്പൊ അന്ന് മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെടുത്തി അറബി തന്ന ജോലി നീ വിട്ടോ? ആ അറബി എനിക്ക് ജോലി തന്നില്ലല്ലോ. അയാൾ പിറ്റേന്ന് തന്നെ എങ്ങോട്ടോ പോവാണ്, 5-6 മാസം കഴിഞ്ഞേ വരൂ എന്നാണല്ലോ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ജെയിംസിനോട് പറഞ്ഞത്. ജെയിംസ് അല്ലേ അയാളോട് സംസാരിച്ചത്. എനിക്ക് അറബി അറിയില്ലല്ലോ. നിന്റെ ആൾക്ക് ജോലി കൊടുത്തുന്നാണല്ലോ പിന്നീട് കണ്ടപ്പോ അറബി എന്നോട് പറഞ്ഞത്. अस्सलामुअलैकुम बोस, अना अब्बास देरा, कैफ हालक? इंत आते शुगिल अदात यौम शादिक माली हूँ मौजूद मिनाक? ओके ओके शुक्रन मां सलाम. എന്താ സംഭവം? ആ ജോലി ആണുങ്ങളും കൊണ്ടുപോയി. അന്ന് നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഒരു ഇത്തിക്കണ്ണി, അവനിപ്പോ ആ കമ്പനിയിലെ പെർമനന്റ് സ്റ്റാഫാ. ആര്, ജെയിംസോ? ചെമ്മന്നൂർ വെച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്യൂബ മുകുന്ദനെ ഓർക്കുമ്പോൾ മനസ്സിൽ എപ്പോഴും ഒരു അഭിമാനമായിരുന്നു. നാട് കാക്കാൻ വേണ്ടി കാട്ടിയ വീറും വാശിയും തൻ്റെയൊക്കെ സ്വന്തം ജീവിതത്തിൽ കുറച്ചെങ്കിലും കാട്ടായിരുന്നില്ല നിനക്ക്? എന്താ നിനക്ക് പറ്റിയത്? സഖാവ് സൊസൈറ്റി ഗോപാലട്ടൻ കാശ് തിരിമറി നടത്തിയെന്ന ഒരു കഥയുണ്ടാവുക, ആ കഥ തൊണ്ട തൊടാതെ വിഴുങ്ങിട്ട് ബാധ്യതയും ഏറ്റെടുത്ത് ദുബായിക്ക് ഇങ്ങോട്ട് കയറിപ്പോരുക. ഗോപാലട്ടന് തെറ്റുപറ്റിയെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല, എന്നിട്ട് സ്വന്തം മോനത് വിശ്വസിച്ചു. വിശ്വസിച്ചിട്ടൊന്നുമല്ല, പക്ഷെ തെളിവുകളൊക്കെ. തെളിവ് എന്നിട്ട് എന്തുണ്ടായി? നീ ഇരിക്കേണ്ട സ്ഥാനത്ത് കരണം കയറി MLA ആയി. എനിക്ക് MLA മന്ത്രിയൊന്നും ആവണ്ട. ഞാനും അച്ഛനും ഒന്നും പാർട്ടി പ്രവർത്തിച്ചത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ. പക്ഷേ അർഹതയില്ലാത്തവർ സ്ഥാനത്ത് വരുന്നത് തടയേണ്ടതും പാർട്ടിയോടും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ സ്ഥാനമാനങ്ങൾ സ്വീകരിക്കേണ്ടതും പാർട്ടി പ്രവർത്തകന്റെ കടമയാണ്. ഒരു ആരോപണം ഉണ്ടായാലുടനെ രാജിവെക്കാനും ലീവ് എടുത്ത് മുങ്ങാനും നീ ആരാ? AK ആന്റണിയോ? ഇതിട്ടോ. എന്റെ ലൂസി, പിള്ളേരെ സ്കൂളിൽ അയച്ചേച്ച് നീ ആ വീട് പണി നടക്കുന്നിടത്തൊന്നും ചെന്നില്ലേ? കണ്ണ് തെറ്റിയാൽ അവന്മാർ ആ സിമെന്റും കമ്പിയും മറിച്ച് വിൽക്കും. ശരി ശരി, ഇതിലെ കാച്ചു തീർന്നു. ചിക്കൻ ഫ്രൈ ആൻഡ് ബിരിയാണി റെഡി. ഡെയിലി ചിക്കണോ? ഇത് ശരിയാവത്തില്ല. എനിക്ക് കൊളസ്ട്രോളാ, ഞാൻ ഇതിന് ഷെയർ തരിക. അതിന് ഇനി ഹാർട്ട് അറ്റാക്ക് വേണ്ട, ഇത് എന്റെ വകയാ. നാളെ എന്റെ മോളുടെ കല്യാണം. ഓ, അങ്ങനെയാണെങ്കിൽ ഒരു കഷ്ണം കഴിച്ചാലൊന്നും കൊളസ്ട്രോൾ കൂടത്തില്ല. ഷെയർ കൊടുക്കണ്ടെങ്കിൽ പിന്നെ ഡെയിലി കഴിച്ചാലും ഒരസുഖം വരത്തില്ല അല്ലേ ചേ? എന്തായാലും കോട്ടു നമ്പ്യാർക്ക് ചിക്കൻ കൊടുക്കണ്ട. വന്ന ആരാ? ചെങ്ങയ്യ? അതെ, അബ്ബാസ്, എന്റെ നാട്ടുകാരൻ തന്നെയാ. ഏത് കമ്പനിയിലാ ജോലി? കമ്പനിയിലൊന്നുമല്ല, മീൻ മാർക്കറ്റിലാ. ദുബായിലെ ഷാർജയില്ല. ദുബായ് തന്നെ. നിങ്ങള് രണ്ടാളും കൈക്കോളി. ഇന്ന് എന്താ കോള്? മോളുടെ കല്യാണ നാളെ. അതിന്റെ ഒരു സന്തോഷ. നിങ്ങൾ ഇരിക്കും, ഞാനൊരു പ്ലേറ്റ് കൂടെ എടുത്തിട്ട് വരാം. വാ, അകത്തിരിക്കാം. മോളുടെ കല്യാണമായിട്ട് നിങ്ങൾ നാട്ടിൽ പോവാത്ത എന്ത്? ഞാനവിടെ പോയിട്ട് ഇപ്പൊ എന്താക്കാനാ? നിക്കാഹിന് വേണ്ടത് പൊന്നും പണോ, അതവിടെ കൃത്യമായി എത്തിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ നോക്കി നടത്താൻ ഓളം മാമന്മാരുണ്ട്. എന്റെ അനിയന്മാര് 3 പേരുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് കൊണ്ട് 3 പവൻ കൂടുതൽ വാങ്ങാൻ പറ്റും. എന്റെ ഒരു ആവശ്യമില്ല അവിടെ. പക്ഷേ ഇന്നലെ രാത്രി മോള് വിളിച്ചിട്ട്, ബാപ്പ നിങ്ങളെന്റെ കല്യാണത്തിന് വരൂലേ എന്ന് ചോദിച്ചിട്ട് ഒരേ കരച്ചില്. അപ്പൊ നമ്മള് കരഞ്ഞു പോയി. പൂക്കുഞ്ഞി കഴിഞ്ഞ പിന്നെ ഞാനാ അച്ഛനങ്ങടിയല്ലേ? എന്നെ എടുക്കുമായിരുന്നു. ഒന്ന് കുളിച്ച് കഴിയണ്ടേ വർഗീസേ? ചെല്ലേ.
latest CD, new CD. Quick, quick, fast.哎，帮我呀，快快，也帮我！啊啊！天哪！啊！ഞാൻ അങ്ങ് ഇത്你这个蠢猪！你让我把工作和钱全丢了，现在让我怎么办？你别长眼睛，这么骑自行车。Why police coming? I my 少说话！我所有的钱都在这包里面呢，现在让我怎么办？喂赶紧离我远点 Why angry? I love China. ！You fool, fool！让他休息半个小时，你让我跟到我去看一下别的病人。行了，我可以做的。他说的老先。好。കുറച്ചു നേരം ഇങ്ങനെ കിടന്നാ മതി, ഒക്കെ ശരിയായിക്കോളൂ. നിങ്ങൾ മലയാളിയാ? അതെ. ഗൾഫിൽ പകുതിയും നമ്മളെ ആൾക്കാരല്ലേ? എന്താ മോളുടെ പേര്? മായ. നാട്ടിലെവിടെയാ? കണ്ണൂരിനടുത്താ. ഞാൻ ചെമ്മണ്ണൂരാ. ആണോ? എന്റെ വീടും അതിനടുത്ത് തന്നെയാ. ചേർക്കരയിലെ ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ബാലൻ എന്ന് പറയുന്ന ആളറിയോ? പിന്നെ എന്റെ അച്ഛനാ. ആണോ? ആ. വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ബാലമാഷല്ലേ? അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം ഇറാഖിലും ലെബനിലും പാലസ്തീനിലും ഒക്കെ ആണെങ്കിലും അത് അനുഭവിക്കേണ്ടത് പാവപ്പെട്ട നമ്മളാ. എന്താ കാര്യമേ, മാർക്കറ്റിൽ നിന്റെ തലയിൽ ആരെങ്കിലും ബോംബിട്ടാ? ബോംബാ? ഇത് മിസൈലല്ലേ മിസൈല്. പച്ചക്കറിക്കും മീനിനൊക്കെ എന്താ വിലക്കയറ്റം. എങ്കിൽ യുദ്ധം കഴിയുന്നവരെ മാർക്കറ്റിൽ ഞാൻ തന്നെ പോയിക്കോളാം. വില കുറയൊന്നും എനിക്കൊന്ന് നോക്കണല്ലോ. മാമ, നിങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളി. നടു അനക്കരുത്. ഡിസ്ക്. ഇവിടുത്തെ പർച്ചേസും മാനേജ്മെന്റും ഞാൻ നോക്കി നടത്തി കണക്ക് കൃത്യമായിട്ട് വൈകുന്നേരം റൂമിൽ എത്തിക്കുമല്ലോ. ഞാനിവിടെ ഉണ്ടായിട്ട് തന്നെ പെട്ടി കാശ് കാണുന്നില്ല. ഇന്ന് മുതൽ ഞാനിവിടെ ഇല്ലാത്തപ്പോഴേ 3 കാശ് എഴുതാ മതി. എനിക്കങ്ങനെ ഇരുന്ന് ശീലമില്ല. എങ്കിൽ ഇന്ന് മുതൽ അത് ശീലിക്കണം. എന്താ? ഇന്നലെ കേറി വന്ന ഏതോ ഒരുത്തൻ, അതും പടച്ചോനെ പേടിയില്ലാത്ത കാവറായ ഒരുത്തരത്തിനെ പണപ്പെട്ടി ഏൽപ്പിക്കണം. സ്വന്തം മോളുടെ പുയ്യാപ്പിള, അതും 1-ാം തരം കൗമ വീടുണ്ടായിട്ടും ഒരു നിലം വരില്ല. കൗമും കാഫറും നീ എന്നെ പഠിപ്പിക്കണ്ട. ഇത് രണ്ടും അല്ലാത്തൊരു ജാതിയുണ്ട്, മുനാഫിക്ക്. കപട വിശ്വാസി എന്ന് മലയാളത്തിൽ പറയും. മുകുന്നതിന് ഒരു ദൈവത്തിലും വിശ്വാസമില്ല. പക്ഷെ പടച്ചോനെ നിരക്കാത്തതൊന്നും ഓൻ ചെയ്യാറില്ല. മുകുന്ന, ഇവിടെ വന്നിരിക്കെ, ഞാൻ ഒന്ന് പള്ളിയിൽ പോയിട്ട് വരാം. വാന്ന് ഇവിടെ ഇരിക്കേന്ന് അവിടെ ഇരി. ഞാനിപ്പോ വരാം. എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് ഞാൻ, പണിസ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവിട്ടത് ഞാൻ. ആ എന്നോട് ഒരക്ഷരം പോലും പറയാതെ ഒരു ദിവസം എങ്ങോട്ടോ പോയി. എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് ഈ സ്ഥലം കണ്ടുപിടിച്ചതറിയോ? എന്തിനിത്ര കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു? എല്ലാം എനിക്ക് മനസ്സിലായി. കുഞ്ഞുണ്ണി മുതലാളിയുടെ തുകൽ ഫാക്ടറിക്കെതിരെ സമരം ചെയ്തതിന് ഇവിടെ വിളിച്ചു വരുത്തി പ്രതികാരം അല്ലേ?
ചൈനയിലോ ക്യൂബയിലോ പോവാമെന്ന് ഞാൻ പറഞ്ഞതാണ്, സമ്മതിച്ചില്ല. ദുബായിൽ നിറച്ച് പണം കായ്ക്കുന്ന പനയുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഇത്രയും കാലം ഒരു പനയും ഞാൻ കണ്ടില്ല. ഇനി കരുടനും കൂടി അറിഞ്ഞിട്ടാണോ ഈ പരിപാടി എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഏത് കുഞ്ഞുണ്ണി മുതലാളി? ലേബർ സപ്ലൈ ഉടമസ്ഥൻ കുഞ്ഞുണ്ണി മുതലാളി. അയാളുടെ തുകൽ ഫാക്ടറിയല്ലേ ഞങ്ങൾ സമരം ചെയ്ത് പൂട്ടിച്ചത്. അതെ, എനിക്ക് ഒരു കുഞ്ഞുണ്ണി മുതലാളിനെ അറിയില്ല, നാട്ടിലെ നിങ്ങളുടെ ഇഷ്യൂസും അറിയില്ല. മുകുന്ദൻ ആകെ കടത്തിലാണ്. എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണമെന്ന് അമ്മാവൻ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ കല്ലിക്കണ്ടി ഹനീഫി ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു. അവനാ അത് ഏർപ്പാടാക്കിയത്. ഇനി വേറെന്തെങ്കിലും പണി വേണോ പറ, ഞാൻ ശരിയാക്കി തരാം. എനിക്ക് നിന്റെ പണിയും വേണ്ട, നിന്നെ കാണുകയും വേണ്ട. എന്ന് പറഞ്ഞാൽ മൂന്തേട്ടന്റെ കാര്യങ്ങൾ അമ്മാവൻ എന്നെയല്ലേ വിളിച്ചന്വേഷിക്കുന്നത്? ബാങ്കിലെ കുടിശ്ശിക തീർക്കണ്ടേ? മാസാമാസം നക്കാപ്പിച്ച് അയച്ച കടലിൽ കായം കലക്കണ പോലെ ആവുള്ളൂ. ആ അമ്മാവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ എന്റെ കുറി ചേർക്കാന്ന്. അതാവുമ്പോ ഒന്നിച്ച് വലിയൊരു തുക അടയ്ക്കാലോ. അങ്ങനെ എനിക്ക് ചിട്ടി ചേരണമെന്ന് തോന്നുകയാണെങ്കിൽ അതിന് പറ്റിയ ആളെ ഞാൻ കണ്ടുപിടിച്ചോളാം. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ അബ്ദുള്ള കാട് വയ്ക്ക്, അയാളുണ്ടല്ലോ എന്റെ ചിട്ടിയില്. വീട്ടിലെ ഞാൻ വയറസി തിന്നേം കുടിക്കുകയും ചെയ്തിട്ട് ഇപ്പോ കയ്യില് കാശ് തികയില്ലെന്നാ. ഇത് ഇവിടെ വരുന്ന എല്ലാ അലവലാദികളുടെയും സ്ഥിരം തട്ടിപ്പാ.我把钱丢了，已经2天没吃东西了，过一段时间再给。 അയ്യോടാ, അവളുടെ കാശൊക്കെ പോയി. 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ബാക്കി കാശ് പിന്നെ കൊണ്ടുതരാന്നാ പറയണേ. ആ അതാണോ കാര്യം? കരിമേ, ഇവളുടെ കാശ് ഞാൻ എന്റെ പറ്റിൽ എഴുതിക്കോളാം. ഇതാണ് തന്റെ അമ്മാവന്റെ മോളാ. യു മണി ഐ ഗിവ്, ബട്ട് യു ചൈനീസ് ടേക്കിംഗ് കൊക്കക്കോള? നോ നോ.钱你应该给我，变成现在这个样子都是因为你。നിക്കട്ടോ നിക്കട്ടോ, ഞാൻ പറയട്ടെ. എന്താ അവൾ എന്നെ പറ്റി പറഞ്ഞത്? നിങ്ങൾ അവളെ ഈ ഗതിയിലാക്കിയെന്നാ പറഞ്ഞത്. ഇതിനിടയ്ക്ക് അത് ഒപ്പിച്ചോ? അയ്യോ, അത് അവളുടെ തെറ്റിദ്ധാരണയാണ്. നിനക്ക് ചൈനീസ് അറിയാല്ലേ? ഒന്ന് അവൾ വിളിച്ച് ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് അവളോട് പറയണം. അതൊക്കെ ഞാൻ പറയാം, പക്ഷെ എന്റെ ചിട്ടിയുടെ കാര്യം അതൊക്കെ ശരിയാക്കാം. നീ ചെന്ന് വിളിക്കടാ. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ തിരക്കായത് കൊണ്ട് ഇന്നോ നാളെയോ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ വെച്ച് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും.